ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ കുട്ടികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ഈ വർഷത്തെ SSLC പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് പരീക്ഷ കഴിഞ്ഞ് 3-4 ദിവസം നിങ്ങളുമായി പ്രത്യേകിച്ച് ഒന്നും പറയാതെ നിങ്ങളെ ചില്ലാവാൻ വേണ്ടി വിട്ടത്. കഴിഞ്ഞൊരു വർഷക്കാലം SSLC പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനുഭവിച്ച് കടന്നുപോയിട്ടുള്ള എൻ്റെ കുട്ടികൾ ഇനിയുള്ള ഒരു 10-15 ദിവസം ഏറ്റവും നന്നായിട്ട് ജീവിതത്തിൽ എൻജോയ് ചെയ്യണം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അത് ചെയ്യരുത്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക, കുടുംബങ്ങളിലൊക്കെ യാത്ര പോവുക, വീട്ടുകാരും കൂട്ടുകാരുമായിട്ട് നന്നായി സംസാരിക്കുക. അങ്ങനെ ഏറ്റവും മനോഹരമായുള്ള റിലാക്സ് ചെയ്ത കുറച്ച് ദിവസങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോകണം. നമ്മുടെ SSLC പേപ്പർ വാല്യുവേഷൻ ഏപ്രിൽ 16 മുതലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാൻ മെയ് 2nd വീക്ക് കഴിയേണ്ടതാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ വളരെ നന്നായി റിലാക്സ് ചെയ്തോളൂ. കാരണം ഞങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം നിങ്ങളൊരു കഴിഞ്ഞ വർഷക്കാലം കൃത്യമായ ഒരു കൂട്ടിലിട്ട എന്താ പറയുക, കിളികളെ പോലെ അങ്ങനെ പാറിപ്പറക്കാൻ സമ്മതിക്കാതെ കൊണ്ടു നടന്നതാണ്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ പിന്നീട് നിങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്നറിയില്ല. എന്നാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് അത്യാവശ്യം ഉറങ്ങണമെങ്കിൽ നന്നായി ഉറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ ഏറ്റവും നല്ല ദിവസങ്ങളായിട്ട് നിങ്ങളതിനെ മാറ്റണം. അതോടൊപ്പം SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലം നമുക്ക് എന്തായാലും ഉണ്ടാവും, ഒരു സംശയം വേണ്ട. നമുക്ക് എല്ലാവരും നല്ല ഗ്രേഡോട് കൂടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ പരീക്ഷ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഉണ്ടാവും. കാരണം ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന വിഷയങ്ങൾ കൂടി എളുപ്പമാകുമായിരുന്നു എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം ഇനി നമ്മൾ മുന്നോട്ടുള്ള പഠനത്തിലൊക്കെ തന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യത വരുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുൻപേ അടുത്ത പഠനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ നിങ്ങൾ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചില ചിന്തകളും ചില ചർച്ചകളും ചില തീരുമാനങ്ങളും ഒക്കെ എടുത്തു വെക്കണം. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, അതോ കമ്പ്യൂട്ടർ സയൻസ് ആണോ വേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു ഒരു ഒരു ധാരണയിലെത്തണം. കാരണം SSLC കഴിഞ്ഞ് +1 കയറുന്നതോട് കൂടിയിട്ട് നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ 2 ഇരട്ടിയിൽ കൂടുതൽ ഇനി അവിടെ പഠിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ തന്നെ നമ്മൾ മാനസികമായി തയ്യാറാവണം. അതോടൊപ്പം നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മളൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് കുറച്ച് ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ആവുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. അങ്ങനെ ബോറടിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ഏത് കോഴ്സ് വേണം, അത് നമ്മൾ എന്ത് മുന്നൊരുക്കമാണ് നടത്തേണ്ടത്, അതിന് വല്ല ക്ലാസ്സുകളോ കോഴ്സുകളോ നമുക്ക് അവൈലബിൾ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. ആവശ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കളുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ്, ആവശ്യമായ നിർദ്ദേശങ്ങൾ, ആവശ്യമായ ഉപദേശങ്ങളൊക്കെ തന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. വിളിക്കാനോ സ്കൂളിൽ വരാനോ ഒരു മടിയും കാണിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സമയത്തും സ്കൂളിനെ ബന്ധപ്പെടണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനിയുള്ള ജീവിതത്തിലും PK1 10ാം ക്ലാസ് കഴിഞ്ഞു പോയ കുട്ടികൾ ഇനിയുള്ള അവരുടെ ഭാവി ജീവിതത്തിൽ പഠനത്തിലും അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാം തന്നെ ആ ഒരു മാന്യതയും എന്താ പറയുക, ആ മാനവികതയും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്നു വരണമെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓക്കെ. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഏപ്രിൽ 6 മുതൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലേക്കൊക്കെ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച, നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കിട്ടിയിട്ടുള്ള, നിങ്ങളാവാൻ വേണ്ടിയിട്ട് മാക്സിമം സഹായിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഒരുപാട് തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകി നമ്മുടെ വിദ്യാലയത്തിലെ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ബന്ധപ്പെട്ട കൂട്ടുകാരെ, അയൽവാസികളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ ഈ കാര്യം പറയണം. പരമാവധി നമ്മുടെ വിദ്യാലയത്തിലേക്ക് നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകളെ എത്തിക്കണം. കാരണം നമ്മുടെ വിദ്യാലയം കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി നിലനിൽക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പോലുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഈ കാര്യങ്ങൾ ഏപ്രിൽ 6 മുതൽ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട് എന്ന വിവരം അവരോട് പറയുക. എന്തെങ്കിലും സഹായം ആവശ്യം ഉണ്ടെങ്കിൽ
നമ്മുടെ സ്കൂളിലെ PRO നമ്പറുണ്ട്, ഓഫീസ് നമ്പറുണ്ട്, നിങ്ങളെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നമ്പറുണ്ട്, പ്രസിഡന്റുമാരുടെ നമ്പറുണ്ട്, HMൻ്റെ നമ്പറുണ്ട്. ഏത് നമ്പറും കൊടുത്തോളൂ. അവരോട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പറയുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി മനസ്സിലുണ്ടാവുക. നിങ്ങൾ കുറച്ച് ദിവസം വെറുതെ ബോറടിക്കുന്ന സമയത്ത് അടുത്ത പ്ലാനിങ്, അടുത്ത നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളെ ചിന്ത കടന്നു പോകാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി PKUവിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കും. ഓക്കെ, താങ്ക് യു.